CPM വിരുദ്ധത, അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്കായാലും പിണറായി വിരുദ്ധതയൊക്കെ നടക്കുന്നൊരു സാഹചര്യമാണ്. അല്ലല്ല, ഇതിന് മുന്നും 2019 അദ്ദേഹം ഇവിടെ വന്നപ്പോഴും പിന്നെ എറണാകുളത്ത് പോയിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മളത് കാണുന്നത്. കാരണം ഇനിയിപ്പോൾ ലോക്സഭ ഇലക്ഷൻ അടുത്തു, അപ്പോൾ പിന്നെ സ്ത്രീകൾക്ക് ഇത്രയും ശതമാനം സംവരണം ലോക്സഭയിൽ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വനിതകളെ മാത്രമായിട്ട് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ അത് തന്നെ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ എല്ലാം ഇവിടുത്തെ ജനങ്ങൾ തൃശ്ശൂരുകാർ തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടിരിക്കും. ഇപ്പം ഒരുപാട് ആൾക്കാർ പാർട്ടിയിലുള്ളതും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഇതിനെ ഒരു പോസിറ്റീവായ രീതിയിൽ എടുക്കുമോ? തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സുരേഷ് ചേട്ടന് തന്നെ വോട്ടായിട്ട് മാറാനായിട്ട് സാഹചര്യമുണ്ട് ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ മൊത്തത്തിലൊരു CPM വിരുദ്ധത, അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്കായാലും പിണറായി വിരുദ്ധതയൊക്കെ നടക്കുന്നൊരു സാഹചര്യമാണതുണ്ട്. അനുകൂലമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത്. CPMൻ്റെ നേതൃത്വത്തിൽ LDF ഭരിക്കുന്ന ഭരണകൂടം കേരളത്തിൽ കാഴ്ചവെക്കുന്ന ഭരണം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് ഇവിടുത്തെ കേരളത്തിൻ്റെ ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ നവകേരള സദസ്സിൻ്റെ പേരെന്നും പറഞ്ഞിട്ട് ഒരുപാട് പേക്കൂത്തുകൾ നമ്മൾ നാട്ടിൽ നടക്കുന്നത് കണ്ടായിരുന്നു. പ്രതിഷേധിക്കുന്ന എല്ലാവരെയും തലടിച്ച് പൊട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിവിടെ കണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു സമൂഹം വിലയിരുത്തുന്നുണ്ട് കേരളത്തിൽ. അതെന്തായാലും പിണറായി വിരുദ്ധത എന്തായാലും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ വരവ് എന്തായാലും പാർട്ടിക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്നത്തെ ഈ പരിപാടി എന്ന് പറയുന്നത് മഹിളാ സംഗമമാണ്. അത് കാൻഡിഡേറ്റിനെ അനൗൺസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ഒന്നുമല്ല. മഹിളകളെ, കേരളത്തിലെ ജനങ്ങളെ കാണണമെന്ന് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലത്തെ ഒരു മഹിളാ സംഗമം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാരെയാണ് നമ്മൾ ഈ പരിപാടിക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം മഹിളകളെ, കേരളത്തിലെ വനിതാ രത്നങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വരുന്നത്. അത് തീർത്തും രാഷ്ട്രീയപരമാണ്. കാരണം ഇവിടെ ഇപ്പോൾ എത്രയോ ബോർഡുകളുണ്ട്, അതിൽ മാറ്റിയത് മോദിജിയുടെ മുഖം. എന്തുകൊണ്ടാണ്? അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ നോക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയം നമ്മുടെ ഇവിടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ എന്തായാലും ഇത്തവണ നമ്മളിലേക്ക് തന്നെ, സുരേഷ് ഗോപിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ BJP സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ എത്തും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, വിജയം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. വിജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കുന്നു. പിന്നെ സമൂഹം, കാരണം ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹമാണ്. എല്ലാത്തിനും അടിമയായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമല്ല. അവർക്ക് മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന സമൂഹമാണ്, യുവത്വമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. ഇപ്പോൾ മഹിളകളായാലും ഒരുപാട് വനിതകൾ നമ്മുടെ രാഷ്ട്രീയത്തോട് അനുകൂലം പ്രകടിപ്പിച്ച് വരുന്നുണ്ട്. കാരണം മഹിളകൾക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി മോദി സർക്കാരിൻ്റെ ഭരണങ്ങളെ നേരിട്ട് വിലയിരുത്തുന്ന ഒരു വ്യക്തമായിട്ടുള്ളൊരു സമൂഹമുണ്ട്. ആ സമൂഹം എന്തായാലും നിഷ്പക്ഷമായിട്ടുള്ള നിൽക്കുന്ന ആ സമൂഹം എന്തായാലും തവണ BJPയുടെ ഒപ്പം നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ എല്ലാവരും പ്രതീക്ഷ.